വിറയലിനു പിന്നാലെ വിശാൽ ആശുപത്രിയിൽ. നടന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ഡോക്ടർ. അത്യന്തം ക്ഷീണിതനായിരുന്നു വിശാൽ. മൈക്ക് പിടിക്കാൻ പോലും കഴിയാത്ത വിധം അവശനായിരുന്നു. വിറയാർന്ന കയ്യിൽ മൈക്ക് പിടിച്ച് ചലച്ചിത്ര പ്രൊമോഷൻ പരിപാടിയിൽ സംസാരിക്കുന്ന നടൻ വിശാലിനെ കഴിഞ്ഞ ദിവസം പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. 12 വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്യുന്ന വിശാൽ ചിത്രം മദകരാജയുടെ പ്രൊമോഷൻ വേളയിലായിരുന്നു നടന്റെ വരവ്. അത്യന്തം ക്ഷീണിതനായിരുന്നു വിശാൽ. മൈക്ക് പിടിക്കാൻ പോലും കഴിയാത്ത വിധം അവശനായിരുന്നു. ഒടുവിൽ മറ്റൊരു കൈകൊണ്ടുകൂടി മൈക്ക് താങ്ങി നിർത്തിയാണ് വിശാൽ സംസാരിച്ചത്. ഇതിനിടെ വാക്കുകൾ ഇടറുന്നുമുണ്ടായിരുന്നു. പരിപാടിക്ക് ശേഷം നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞു. പ്രമോഷൻ പരിപാടിയിൽ എത്തിയ വേളയിൽ ഓട്ടോഗ്രാഫിനായി അരികിലെത്തിയ ആരാധികയ്ക്ക് കയ്യിലെ നോട്ട്പാഡിൽ ഒപ്പിട്ട് നൽകാനും വിശാൽ മറന്നില്ല. താരത്തിന്റെ ആരോഗ്യാവസ്ഥ അപ്പോൾ മുതലേ മോശം നിലയിലായിരുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോകൾ കണ്ടാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഒരു സഹായിയുടെ കൂടെയായിരുന്നു നടൻ സ്ഥലത്തെത്തിയത് എന്നും റിപ്പോർട്ടുകളിൽ പരാമർശമുണ്ടായിരുന്നു. വിശാലിനെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് വിവരം. നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് താരം ഒരു സഹായിയെ ഒപ്പം കൂട്ടിയത് എന്നും റിപ്പോർട്ടുണ്ട്. ഇപ്പോൾ വിശാലിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ഒരു പ്രസ്താവന ആശുപത്രി അധികൃതരുടെ പക്കലിൽ നിന്നും പുറത്തു വന്നു. വിശാലിന് വൈറൽ ഫീവർ ആണ്. കടുത്ത പനിയുമായി സിനിമയുടെ പ്രചാരണാർത്ഥം എത്തിച്ചേർന്ന നടന് ഇനി കുറച്ചു ദിവസത്തേക്ക് സമ്പൂർണ്ണ വിശ്രമം ഡോക്ടർമാർ നിർദ്ദേശിച്ചു കഴിഞ്ഞു. ഇതിനു പുറമെ കുറച്ചുനാൾ നിരീക്ഷണത്തിൽ തുടരാനും നിർദ്ദേശമുണ്ട്. 2012 ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ചിത്രം 2013 പൂർത്തിയായിരുന്നു. ചില സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം വിശാൽ ചിത്രമായ മദകരാജയുടെ റിലീസ് നടന്നിരുന്നില്ല. സുന്ദർ സിയാണ് ഈ സിനിമയുടെ സംവിധായകൻ. വിശാലിന് പുറമെ ഇതേ ചിത്രത്തിൽ വരലക്ഷ്മി, ശരത് കുമാർ, സന്താനം എന്നിവരും മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അന്തരിച്ച തമിഴ് താരങ്ങളായ മണിവണ്ണൻ, മനോബാല, മയിൽസാമി, ചിട്ടിബാബു എന്നിവരും വേഷമിട്ടിരുന്നു. സതീഷ്, നിതിൻ സത്യ, സോനു സൂദ് എന്നിവരാണ് ഈ ചിത്രത്തിലെ മറ്റഭിനേതാക്കൾ.